लक्षद्वीप के प्रशासक श्री प्रफुल्ल पटेल जी, यहाँ के सांसद और लक्षद्वीप के मेरे सभी परिवारजनों, नमस्कारम। एल्लावर्कुम सुखम आण इन विशुसिकिन्नु। आज लक्षद्वीप की सुबह देखकर मन प्रसन्न हो गया। लक्षद्वीप की सुंदरता को शब्दों में समेटना बहुत मुश्किल है। मुझे इस बार अगत्ती, बंगारम और कवरत्ती में आप सभी परिवारजनों से मिलने का अवसर मिला है। लक्षद्वीप का जमीनी इलाका भले ही छोटा हो, लेकिन लक्षद्वीप के लोगों का दिल समुद्र जितना विशाल है। आपके स्नेह, आपके आशीर्वाद से मैं अभिभूत हूं। मैं आपका आभार व्यक्त करता हूं। माइक ലക്ഷദ്വീപിലെ ഭരണാധികാരി ശ്രീ പ്രഫുൽ പട്ടേൽ ജി, ഇവിടുത്തെ ലോക്സഭാ അംഗം, ലക്ഷദ്വീപിലെ എൻ്റെ കുടുംബാംഗങ്ങളെ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ലക്ഷദ്വീപിലെ പ്രഭാതം കണ്ടിട്ട് മനസ്സ് പ്രസന്നമായി. ലക്ഷദ്വീപിൻ്റെ സൗന്ദര്യം വാക്കുകളാൽ വർണ്ണിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. എനിക്ക് ഇത്തവണ അഗത്തി, ബംഗാരം, കവറത്തി എന്നിവിടങ്ങളിൽ എൻ്റെ കുടുംബാംഗങ്ങളായ നിങ്ങളുമായി ഒത്തുചേരാൻ അവസരം കിട്ടി. ലക്ഷദ്വീപിൻ്റെ ഭൂമി വിസ്താരം ചെറുതാണ്. എന്നാൽ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ഹൃദയം സമുദ്രത്തെക്കാളും വിശാലമാണ്. നിങ്ങളുടെ സ്നേഹവും ആശീർവാദവും കൊണ്ട് ഞാൻ മൂടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. एंडे कुडुम आंगंगले आजादी के बाद दशकों तक केंद्र में जो सरकारें रही, उनकी प्राथमिकता सिर्फ अपने राजनीतिक दल का विकास था। जो दूर सुदूर के राज्य हैं, जो बॉर्डर पर है या जो समंदर के बीच में है, उनकी तरफ ध्यान नहीं दिया जाता। बीते 10 वर्षों में हमारी सरकार ने जो बॉर्डर के इलाके हैं, जो समंदर के आखिरी छोर के इलाके हैं, वहां हमने उन्हें अपनी प्राथमिकता बनाया है। भारत के हर क्षेत्र, हर नागरिक का जीवन आसान बनाना, उसे सुविधा से जोड़ना ही केंद्र सरकार की प्राथमिकता है। आज यहां लगभग 1200 करोड़ रुपए के प्रोजेक्ट्स का शिलान्यास और लोकार्पण हुआ है। ये इंटरनेट, बिजली, पानी, स्वास्थ्य और बच्चों की देखभाल से जुड़े प्रोजेक्ट हैं। इन सभी विकास परियोजनाओं के लिए आप सभी को बहुत बहुत बधाई। എൻ്റെ കുടുംബാംഗങ്ങളെ, സ്വാതന്ത്ര്യത്തിന് ശേഷം പതിറ്റാണ്ടുകളോളം കേന്ദ്രം ഭരിച്ച പാർട്ടികളുടെ ലക്ഷ്യം അവരുടെ പാർട്ടിയുടെ വികാസം മാത്രമായിരുന്നു.
ദൂരെ ദൂരെ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളാവട്ടെ, അതിർത്തി സംസ്ഥാനങ്ങളാവട്ടെ, സമുദ്രത്തിന്റെ നടുക്കുള്ള ചെറിയ പ്രദേശങ്ങളാവട്ടെ, അവയെ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മുടെ സർക്കാർ അതിർത്തി പ്രദേശമാവട്ടെ, സമുദ്രത്തിന് നടുക്കുള്ള ചെറിയ പ്രദേശമാവട്ടെ, അവർക്ക് അവരുടേതായ പ്രാധാന്യം നൽകി. ഭാരതത്തിലെ എല്ലാ മേഖലയിലെയും എല്ലാ പൗരന്മാർക്കും ജീവിതം സുഗമമാക്കുക എന്നതും അവർക്ക് എല്ലാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇന്നിവിടെ ഏതാണ്ട് 1200 കോടി രൂപയുടെ പദ്ധതികളുടെ ശിലാന്യാസവും ഉദ്ഘാടനവും നടന്നിട്ടുണ്ട്. ഇത് ഇന്റർനെറ്റ്, വൈദ്യുതി, കുടിവെള്ളം, ആരോഗ്യം, കുട്ടികളുടെ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ്. ഈ എല്ലാ വികസന പദ്ധതികൾക്കും നിങ്ങൾ എല്ലാവർക്കും വളരെ അധികം അഭിനന്ദനങ്ങൾ ഞാൻ നേരുന്നു. एनडीए कुडुम आंगन गेले बीते 10 सालों में लक्षद्वीप के लोगों की ईज ऑफ लिविंग बढ़ाने के लिए केंद्र सरकार ने कोई कोर कसर बाकी नहीं छोड़ी है। यहां पीएम आवास योजना ग्रामीण के तहत 100% लाभार्थियों को कवर किया जा चुका है। हर लाभार्थी तक फ्री राशन पहुंच रहा है। किसान क्रेडिट कार्ड और आयुष्मान कार्ड दिए गए हैं। यहां आयुष्मान आरोग्य मंदिर, हेल्थ एंड वेलनेस सेंटर बनाए गए हैं। सरकार की ये कोशिश है कि हर लाभार्थी तक सरकारी योजनाएं पहुंचे। डीबीटी के माध्यम से केंद्र सरकार हर लाभार्थी के बैंक खातों में सीधे पैसे भेज रही है। इससे पारदर्शिता भी आई है और भ्रष्टाचार भी कम हुआ है। मैं आपको विश्वास दिलाता हूं, लक्षद्वीप के लोगों का अधिकार छीनने वाले किसी को भी बख्शा नहीं जाएगा। എന്റെ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ 10 വർഷത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഒരു മാർഗവും അവലംബിക്കാതിരുന്നിട്ടില്ല. ഇവിടെ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം 100% ഗുണഭോക്താക്കൾക്കും ഗുണം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ സൗജന്യ റേഷൻ കൊടുക്കുന്നു, കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നു, ഇവിടെ ആയുഷ്മാൻ ആരോഗ്യ കേന്ദ്രം നിർമ്മിച്ചു, ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രം എന്നിവ നിർമ്മിച്ചിരിക്കുന്നു. എല്ലാ ലാഭാർത്ഥിയുടെ അരികിലും സർക്കാർ പദ്ധതികൾ എത്തണമെന്നതാണ് സർക്കാരിന്റെ പ്രയത്നത്തിന്റെ പിന്നിലെ ലക്ഷ്യം. ഡിബിടിയിലൂടെ നേരിട്ട് ബാങ്ക് മുഖാന്തരം പണം നൽകുന്ന പദ്ധതിയിലൂടെ സർക്കാർ എല്ലാ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കും പണം എത്തിക്കുന്നുണ്ട്. ഇതിലൂടെ സുതാര്യത കൈവന്നിരിക്കുന്നു. മാത്രമല്ല, അഴിമതി കുറയുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, ലക്ഷദ്വീപിലെ ജനങ്ങളുടെ അധികാരം അവർക്ക് അർഹതപ്പെട്ടത് കവർന്നെടുക്കുന്ന ആരെയും വെറുതെ വിടില്ല എന്ന്. एनडीए कुडुम आगंगले साल 2020 में आपको मैंने गारंटी दी थी कि 1000 दिन में आपको तेज इंटरनेट की सुविधा पहुंच जाएगी। आज कोच्चि लक्षद्वीप सबमरीन ऑप्टिकल फाइबर प्रोजेक्ट का लोकार्पण हो गया है। अब
लक्षद्वीप में भी 100 गुना अधिक स्पीड से इंटरनेट चल पाएगा। इससे सरकारी सेवाएं हो, इलाज हो, एजुकेशन हो, डिजिटल बैंकिंग हो, ऐसी अनेक सुविधाएं और बेहतर होगी। लक्षद्वीप में लॉजिस्टिक्स सर्विस का हब बनाने की जो संभावनाएं हैं, उनको भी इससे बल मिलेगा। लक्षद्वीप में भी हर घर तक पाइप से पानी पहुंचाने के लिए तेजी से काम किया जा रहा है। खारे पानी को मीठे पानी में बदलने वाला नया प्लांट इस मिशन को और आगे बढ़ाएगा। इस प्लांट से हर रोज 1.5 लाख लीटर पीने का पानी मिलेगा। इसके पायलट प्लांट्स अभी कवरत्ती, अगत्ती और मिनिकॉय आइलैंड में लगाए गए हैं। എന്റെ കുടുംബാംഗങ്ങളെ 2020 വർഷം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകി 1000 ദിവസത്തിനുള്ളിൽ ലക്ഷദ്വീപിൽ നിങ്ങൾക്ക് വേഗം കൂടിയ ഇന്റർനെറ്റ് സംവിധാനം എത്തിക്കുമെന്ന്. ഇന്ന് കൊച്ചി ലക്ഷദ്വീപ് കടലിനടിയിലൂടെയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നിരിക്കുന്നു. ഇനി ലക്ഷദ്വീപിൽ 100 ഇരട്ടി വേഗതയിൽ ഇന്റർനെറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇതിലൂടെ സർക്കാർ പദ്ധതികൾ, ചികിത്സ, വിദ്യാഭ്യാസം, ഡിജിറ്റൽ ബാങ്കിംഗ് ഇങ്ങനെ പലവിധത്തിലുമുള്ള സേവനങ്ങൾ കൂടുതൽ എളുപ്പമാകും. ലക്ഷദ്വീപിനെ ഗതാഗത സേവനങ്ങളുടെ കേന്ദ്രമാക്കാനുള്ള ശ്രമങ്ങളെ ഇത് സഹായിക്കും. ലക്ഷദ്വീപിൽ എല്ലാ വീട്ടിലും പൈപ്പിൽ വെള്ളം എത്തിക്കാനുള്ള ജോലികൾ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഉപ്പുവെള്ളത്തെ മധുരമുള്ള വെള്ളമാക്കാനുള്ള പുതിയ കേന്ദ്രം ഈ പദ്ധതിയെ കൂടുതൽ വേഗത്തിലാക്കും. ഈ പ്ലാന്റിൽ നിന്നും പ്രതിദിനം 1.5 ലക്ഷം ലിറ്റർ കുടിവെള്ളം ലഭിക്കും. ഇതിന്റെ ചെറിയ രൂപത്തിലുള്ള പ്ലാന്റുകൾ കവറത്തി, അഗത്തി, മിനിക്കോയ് ദ്വീപുകളിൽ നിർമ്മിച്ചിട്ടുണ്ട്. എന്റെ കുടുംബാംഗങ്ങളെ, साथियों, लक्षद्वीप आने पर मेरी मुलाकात अली मानिक खान जी से भी हुई। उनकी रिसर्च, उनके इनोवेशन ने इस पूरे क्षेत्र का बहुत कल्याण किया है। ये हमारी सरकार के लिए बहुत खुशी की बात है कि हमें साल 2021 में अली मानिक खान को पद्मश्री से सम्मान देने का मौका मिला। भारत सरकार यहाँ के युवाओं को आगे पढ़ने के लिए, इनोवेशन के लिए नए मार्ग बना रही है। आज भी यहाँ युवाओं को लैपटॉप मिले हैं, बेटियों को साइकिल मिली है। हाल के वर्षों तक लक्षद्वीप में कोई उच्च शिक्षा संस्थान नहीं था। इस वजह से यहाँ के युवाओं को पढ़ने के लिए बाहर जाना पड़ता था। हमारी सरकार ने अब लक्षद्वीप में हायर एजुकेशन के लिए नए संस्थान खुलवाए हैं। आंड्रोट और कदमत आइलैंड्स में आर्ट्स और साइंस के नए कॉलेज खोले गए हैं। मिनिकॉय में नई पॉलिटेक्निक्स बनाई गई हैं। इससे यहाँ के छात्रों को बहुत फायदा हो रहा है। എന്റെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ലക്ഷദ്വീപിൽ വന്നതിന് ശേഷം ഞാൻ അലി മാനിക് ജിയുമായി കണ്ടു. അദ്ദേഹത്തിന്റെ പഠനങ്ങൾ, നവീന ആശയങ്ങൾ ഇവിടുത്തെ മുഴുവൻ പ്രദേശത്തിനും വളരെ അധികം ഗുണം ചെയ്തിട്ടുണ്ട്. എൻ്റെ സർക്കാരിന് അദ്ദേഹത്തിന് 2021 പത്മശ്രീ നൽകാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. ഭാരത സർക്കാർ ഇവിടുത്തെ യുവാക്കൾക്ക്
മുന്നോട്ട് പോകുന്നതിനായി, പുതിയ ആശയങ്ങൾ രൂപീകരിക്കുന്നതിനായി പുതിയ മാർഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ ലാപ്ടോപ്പ്, സൈക്കിൾ എന്നിവ നമ്മുടെ കുട്ടികൾക്ക് നാം നൽകി. ഇത്രയും വർഷങ്ങളായി ലക്ഷദ്വീപിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിന് സ്ഥാപനങ്ങളില്ലായിരുന്നു. ഇതു കാരണം ഇവിടുത്തെ യുവാക്കൾക്ക് വിദ്യാഭ്യാസത്തിന് പുറത്തു പോകേണ്ടി വന്നിരുന്നു. നമ്മുടെ സർക്കാർ ഇപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസത്തിനായി ലക്ഷദ്വീപിൽ പുതിയ സ്ഥാപനങ്ങൾ തുറന്നിട്ടുണ്ട്. ആന്ത്രോത്ത്, കടമത്ത് ദ്വീപുകളിൽ ആർട്സ് ആൻഡ് സയൻസിന് പുതിയ കോളേജുകൾ തുറന്നു. മിനിക്കോയിൽ പുതിയ പോളിടെക്നിക് നിർമ്മിച്ചു. ഇതിലൂടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വളരെ അധികം ഗുണമുണ്ടായിരിക്കുന്നു. എന്റെ कुटुंब आगंगले साथियों, हमारी सरकार ने हज यात्रियों की सहूलियत के लिए जो प्रयास किया है उसका भी लाभ लक्षद्वीप के लोगों को मिला है। हज यात्रियों के लिए वीजा नियमों को भी आसान बनाया गया है। हज से जुड़ी ज्यादातर कार्रवाई अब डिजिटल होती है। सरकार ने महिलाओं को बिना महरम हज जाने की भी छूट दी है। इन्हीं सब प्रयासों की वजह से उम्राह के लिए जाने वाले भारतीयों की संख्या में भारी वृद्धि हुई है. എന്റെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ സർക്കാർ ഹജ്ജ് യാത്രക്കാരുടെ സൗകര്യത്തിനായി നടത്തിയ പ്രവർത്തനങ്ങൾ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഹജ്ജ് യാത്രക്കാർക്ക് വിസ നിയമങ്ങൾ എളുപ്പമാക്കിയിട്ടുണ്ട്. ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട ഇടപാടുകളെല്ലാം ഇപ്പോൾ ഡിജിറ്റലാക്കിയിരിക്കുന്നു. സർക്കാർ വനിതകൾക്ക് സ്വയം സഹായികളില്ലാതെ തന്നെ ഹജ്ജിന് പോകാനുള്ള സമ്മതവും കൊടുത്തിരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഉംറയ്ക്ക് പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായിട്ടുണ്ട്. एंडे कुडुम आगंगले, आज भारत सी फूड के मामले में भी वैश्विक बाजार में अपना शेयर बढ़ाने पर बल दे रहा है. इसका लाभ भी लक्षद्वीप को मिल रहा है. यहाँ की टूना मछली का एक्सपोर्ट अब जापान को होने लगा है. यहाँ एक्सपोर्ट क्वालिटी की फिश के लिए अनेक संभावनाएं हैं जो यहाँ के हमारे मछुआरे परिवारों का जीवन बदल सकती है. यहाँ सीवीड की खेती से जुड़ी संभावनाओं को भी एक्सप्लोर किया जा रहा है. लक्षद्वीप का विकास करते हुए हमारी सरकार इस बात पर भी पूरा ध्यान दे रही है कि पर्यावरण को कोई नुकसान ना पहुंचे. बैटरी एनर्जी स्टोरेज सिस्टम के साथ बना ये सोलर पावर प्लांट ऐसे ही प्रयास का हिस्सा है. ये लक्षद्वीप का पहला बैटरी बैक्ड सोलर पावर प्रोजेक्ट है. इससे डीजल से बिजली पैदा करने की मजबूरी कम होगी. इससे यहां प्रदूषण कम होगा और समुद्री इकोसिस्टम पर भी कम से कम प्रभाव पड़ेगा. എന്റെ കുടുംബാംഗങ്ങളെ, ഇന്ന് ഭാരതം മത്സ്യ ഉൽപ്പന്നങ്ങളുടെ വിഷയത്തിൽ വിദേശ കമ്പോളത്തിൽ സ്വന്തം പ്രാതിനിധ്യം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഗുണവും ലക്ഷദ്വീപിന് ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ ടൂണ മത്സ്യം ഇപ്പോൾ ജപ്പാനിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കയറ്റുമതിക്കായുള്ള ഗുണമേന്മ, ആ ഗുണമേന്മയുടെ സാധ്യതകൾ ഇവിടെ വളരെ ഉണ്ട്. നമ്മുടെ മത്സ്യപ്രവർത്തകരുടെ കുടുംബാംഗങ്ങളുടെ ജീവിതം തന്നെ ഇത് മാറ്റിമറിക്കും. ഇവിടെ സീവീഡ് മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട സാധ്യതകളെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലക്ഷദ്വീപിന്റെ വികസനം സാധ്യമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ
ഇവിടുത്തെ പരിസ്ഥിതിക്കൊരു കോട്ടവും തട്ടരുത് എന്ന് ഉറപ്പുവരുത്തുന്നുമുണ്ട്. ബാറ്ററി ഊർജ ശേഖരണ സംവിധാനത്തോടൊപ്പം നിർമ്മിച്ച സൗരോർജ ഉൽപാദന കേന്ദ്രം അത്തരത്തിലുള്ള ഒരു പ്രയത്നത്തിന്റെ ഭാഗമാണ്. ഇത് ലക്ഷദ്വീപിലെ ആദ്യത്തെ ബാറ്ററിയുടെ പിൻബലത്തോടുള്ള സൗരോർജ ഉൽപാദന കേന്ദ്രമാണ്. ഇതിലൂടെ ഡീസൽ ഉപയോഗമുള്ള വൈദ്യുതി ഉൽപാദനം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇതിലൂടെ ഇവിടുത്തെ മലിനീകരണം കുറയ്ക്കാനും സമുദ്രത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് മേലുള്ള പ്രഭാവം കുറയ്ക്കാനും സാധിക്കും. एंडे कुडुम आगंगले आजादी के अमृत काल में विकसित भारत के निर्माण में भी लक्षद्वीप की बहुत बड़ी भूमिका है. भारत सरकार लक्षद्वीप को इंटरनेशनल टूरिज्म मैप पर प्रमुखता से लाने का प्रयास कर रही है. हाल में ही जो G20 की एक मीटिंग यहां हुई है, उससे लक्षद्वीप को अंतर्राष्ट्रीय पहचान मिली है. स्वदेश दर्शन योजना के तहत लक्षद्वीप के लिए डेस्टिनेशन स्पेसिफिक मास्टर प्लान बनाया जा रहा है. अब तो लक्षद्वीप के पास 2 ब्लू फ्लैग बीचेज है. मुझे बताया गया है कि कदमत और सुहेली द्वीप पर देश का पहला वाटर विला प्रोजेक्ट बनाया जा रहा है. लक्षद्वीप अब क्रूज टूरिज्म का भी एक बहुत बड़ा डेस्टिनेशन बनता जा रहा है. 5 साल पहले की तुलना में यहां आने वाले टूरिस्ट की संख्या लगभग 5 गुना बढ़ी है. आपको ध्यान होगा, मैंने देश की जनता से अपील की है कि वो विदेश घूमने से पहले देश के कम से कम 15 स्थानों को देखने जरूर जाएं. जो लोग दुनिया के अलग अलग देशों के द्वीपों को देखने जाना चाहते हैं, वहां के समंदर से अभिभूत है, उनसे मेरा आग्रह है कि वो पहले लक्षद्वीप आकर जरूर देखें. मुझे विश्वास है जिसने एक बार यहाँ के सुंदर बीचेज को देख लिया, वो दूसरे देश जाना भूल जाएगा. എൻ്റെ കുടുംബാംഗങ്ങളെ, സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലത്ത് വികസിത ഭാരതം നിർമ്മിക്കുന്നതിലും ലക്ഷദ്വീപിന് വലിയ പങ്കുണ്ട്. ഭാരത സർക്കാർ ലക്ഷദ്വീപിനെ അന്താരാഷ്ട്ര വിനോദസഞ്ചാര ഭൂപടത്തിൽ പ്രാധാന്യത്തോടെ എത്തിക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം G20യുടെ ഒരു യോഗം നടന്നു. അതുകാരണം ലക്ഷദ്വീപിന് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ പരിചയം വന്നിട്ടുണ്ട്. സ്വദേശി ദർശൻ പദ്ധതി പ്രകാരം ലക്ഷദ്വീപിന് വേണ്ടി പ്രത്യേകമായി ലക്ഷദ്വീപ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ബൃഹത് പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ഇപ്പോൾ ലക്ഷദ്വീപ് 2 നീലക്കൊടി നാട്ടിയ കടലോരങ്ങൾ ഇന്ന് ലക്ഷദ്വീപിലുണ്ട്. എന്നോട് പറഞ്ഞു, കടമത്തും സുഹേലി ദ്വീപിലും രാജ്യത്തെ ആദ്യത്തെ ജലവില്ല പദ്ധതി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ലക്ഷദ്വീപ് ഇപ്പോൾ വിനോദസഞ്ചാര കപ്പലുകളുടെ ക്രൂയിസ് യാത്രയുടെ ഒരു വലിയ ലക്ഷ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 5 വർഷത്തിന് മുമ്പുള്ള കണക്ക് ഇപ്പോഴത്തെ കണക്കും പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും, അന്നത്തേക്കാൾ 5 ഇരട്ടി വിനോദസഞ്ചാരികളാണ് ഇന്ന് ലക്ഷദ്വീപിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഞാൻ രാജ്യത്തിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് വിദേശങ്ങൾ കാണാൻ പോകുന്നതിന് മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ രാജ്യത്തെ 15 സ്ഥലങ്ങളെങ്കിലും നിർബന്ധമായി കാണാൻ പോകൂ എന്ന്. വിദേശങ്ങളിൽ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട വിഭിന്ന ദ്വീപുകൾ കാണാൻ ആഗ്രഹിക്കുന്നവരോട് എൻ്റെ ആവശ്യം, നിങ്ങൾ ആദ്യം ലക്ഷദ്വീപ് നിർബന്ധമായി കാണൂ എന്നാണ്. എനിക്ക് ഉറപ്പുണ്ട്, ഏതൊരു വ്യക്തി ഒരു തവണ ഇവിടത്തെ സുന്ദരമായ കടലോരങ്ങൾ കണ്ടുവോ,
അയാൾ പിന്നെ വിദേശത്ത് പോകുന്നത് മറന്നു പോവുക തന്നെ ചെയ്യുമെന്ന്. एंडे कुटुंब आगंगले मैं आप सभी को विश्वास दिलाता हूं कि ईज ऑफ लिविंग के लिए, ईज ऑफ ट्रैवल के लिए, ईज ऑफ डूइंग बिजनेस के लिए केंद्र सरकार हर संभव कदम उठाती रहेगी. लक्षद्वीप विकसित भारत के निर्माण में एक सशक्त भूमिका निभाएगा. इसी विश्वास के साथ आप सभी को विकास परियोजनाओं की बहुत बहुत बधाई. എന്റെ കുടുംബാംഗങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ജീവിത സൗകര്യം മെച്ചപ്പെടുത്താൻ, യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താൻ, വ്യാപാരം ചെയ്യുന്നതിനുള്ള സൗകര്യം മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ലക്ഷദ്വീപിന് വികസിത ഭാരത നിർമ്മാണത്തിൽ ഒരു ശക്തമായ പങ്ക് വഹിക്കാനുണ്ട്. ഈ വിശ്വാസത്തോടെ ഏവർക്കും വികസന പദ്ധതികളുടെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. आप सबका बहुत बहुत धन्यवाद. നിങ്ങൾ ഏവർക്കും വളരെ വളരെ നന്ദി.